ഓക്കെ. സോ ഈ പ്രോജക്റ്റിൽ ഞാനൊരു കസ്റ്റം കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടൈമർ ചലഞ്ച് ഡോട്ട് JSX ഫയൽ എന്ന് പറയുന്നത്. ഇവിടെ ടൈമർ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടാണ് ഞാൻ ഇവിടെ ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തത്. സോ ഈ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു കോമ്പോണൻസിനകത്ത് ടൈമർ ചലഞ്ച് ഡോട്ട് JSX ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ്പോർട്ട് ഡീഫോൾട്ട് ഫംഗ്ഷൻ ടൈമർ ചലഞ്ച് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ രണ്ട് പ്രോപ്സ് ആണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഒന്ന് ടൈറ്റിൽ, പിന്നെ ഒന്ന് ടാർഗറ്റ് ടൈം. ടാർഗറ്റ് ടൈം എന്ന് പറഞ്ഞാൽ വിത്ത് സെക്കൻഡ്സ് ആണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് പിന്നെ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ റിട്ടേൺഡ് അവിടെ ഞാനിവിടെ ഒരു HTML കോമ്പോണന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സെക്ഷൻ ആണ് ഇതിന്റെ പാരന്റ്. അവിടെ ക്ലാസ് നെയിം ചലഞ്ച് ആണ്. കാരണം ചലഞ്ച് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഇവിടെ ഉണ്ട്. സോ ആ ക്ലാസ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ടൈറ്റിൽ വേണം. അത് H2 ടാഗിനകത്താണ്. പിന്നെ പാരഗ്രാഫ് ടാഗിനകത്ത് ടൈമർ എക്സ്പയർഡ്. ഇത് ഞാൻ പിന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് പി ടാഗിനകത്ത് ഒരു ക്ലാസ് നെയിം ചലഞ്ച് ടൈം എന്ന് പറഞ്ഞ ചലഞ്ച് ഹൈഫൺ ടൈം എന്ന് പറഞ്ഞ ഒരു ക്ലാസ് നെയിം ആഡ് ചെയ്തിട്ടുണ്ട്. അതില് നമ്മളുടെ ടാർഗറ്റ് ടൈം എന്ന് ആക്ച്വലി നമ്മൾ സെക്കൻഡ്സ് ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഇവിടെ ടാർഗറ്റ് ടൈം 5 ആണെങ്കിൽ 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളൊരു കണ്ടീഷൻ ആണ് കൊടുത്തത്. അതായത് സെക്കൻഡ് പ്ലൂറൽ ആണ്, സെക്കൻഡ്സ് ആണോ അതോ വെറും സെക്കൻഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. അത് ടാർഗറ്റ് ടൈം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എസ് ഇൻക്ലൂഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എം ടി ആക്കുക. അതാണ് ഇവിടെ കണ്ടീഷൻ ചെയ്തത്. അത് ടൈം കാണിക്കാൻ പറ്റും. 1 സെക്കൻഡ്, 2 സെക്കൻഡ്സ്, 3 സെക്കൻഡ്സ് അങ്ങനെ. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ ആണ് ഇവിടെ കൊണ്ടുവന്നത്. ബട്ടന്റെ അവിടെ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ബട്ടൺ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലേബലാണ്. അതായത് നമ്മളൊരു സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഒരു ലേബൽ കാണിക്കാനാണ്. റണ്ണിങ്ങിലാണോ അതോ സ്റ്റോപ്ഡ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ. സോ ഇത്രയും ഒരു ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? നമ്മളിവിടെ app.jsxലോട്ട് വരിക. അതിലിവിടെ div id ചലഞ്ചസിനകത്ത് ഞാൻ ഇവിടെ 4 ടൈമർ ചലഞ്ചിന്റെ കോമ്പോണന്റ് ആണ് ഇവിടെ കൊണ്ടുവന്നത്. ഒന്ന് ഈസി, മീഡിയം, ഹാർഡ്, പിന്നെ പ്രോ. അതാണ് ടൈറ്റിൽ ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത്. പിന്നെ ടാർഗറ്റ് ടൈം എന്ന് പറഞ്ഞത് 1, 5, 10, 15. ആക്ച്വലി ഇത് സെക്കൻഡ്സ് ആയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 1 സെക്കൻഡ് ആയിട്ടാണ് ഇവിടെ 5 സെക്കൻഡ്സിന്റെ യൂണിറ്റിലാണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ വരികയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റാർട്ട് ബട്ടൺ, ഈ ബട്ടന്റെ അവിടെ നമ്മളൊരു ഓൺ ക്ലിക്ക് ഫംഗ്ഷൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഓൺ ബട്ടൺ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷനകത്ത് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈം ഔട്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ ഫംഗ്ഷൻ കൊടുക്കുന്നത്. സെറ്റ് ടൈം ഔട്ട്. ആക്ച്വലി നമ്മളുടെ ടാർഗറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5 ആണ് ഇവിടെ പോകുന്നെങ്കിൽ ഇവിടെ 5 × 1000. കാരണം ഈ സെറ്റ് ടൈം ഔട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മില്ലി സെക്കൻഡ്സ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1000 മില്ലി സെക്കൻഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ടാർഗറ്റ് ടൈം × 1000, ഇവിടെ സെക്കൻഡ് × 1000 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മില്ലി സെക്കൻഡ്സ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഞാനിവിടെ 5 ആണ് ഇവിടെ പാസ് ചെയ്യുന്നതെങ്കിൽ ഈ 5 സെക്കൻഡ്സ് കഴിയുമ്പോൾ സെറ്റ് ടൈം എക്സ്പയർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ടൈം എക്സ്പയർഡ്, സെറ്റ് ടൈം എക്സ്പയർഡ് എന്ന് പറഞ്ഞു. അപ്പൊ 5 സെക്കൻഡ് കഴിയുമ്പോൾ ഡീഫോൾട്ട് ഇവിടെ ഫാൾസ് ആണ്. സോ 5 സെക്കൻഡ് കഴിയുമ്പോൾ ഈ സെറ്റ് ടൈമർ എക്സ്പയർഡ് എന്താക്കും? നമ്മളെ ഇതിനെ പിടിച്ച് ട്രൂ ആക്കും. സോ ഇവിടെ ട്രൂ ആക്കുമ്പോൾ ഈ ടൈമർ എക്സ്പയർഡിന് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇവിടെ ഒരു ലേബൽ ഉണ്ട്. അതായത് ടൈമർ എക്സ്പയർഡ് ട്രൂ ആകുമ്പോൾ യു ലോസ് ദ ചലഞ്ച് എന്ന് പറഞ്ഞു വരും. അതുപോലെ തന്നെ നമുക്ക് ടൈമർ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു വേറൊരു യൂസ് സ്റ്റേറ്റ് ഉണ്ട്. സോ ഈ ടൈമർ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡീഫോൾട്ട് ഫാൾസ് ആണ്. സോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സെറ്റ് ടൈമർ സ്റ്റാർട്ടഡിന് പകരം ട്രൂ ആക്കി കളയും. സോ ഇവിടെ ട്രൂ ആക്കുമ്പോൾ ഈ ടൈമർ സ്റ്റാർട്ടഡ് ട്രൂ ആവും. സോ ട്രൂ ആവുന്ന കണ്ടീഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ടൈമർ സ്റ്റാർട്ടഡ് ട്രൂ ആണെങ്കിൽ ബട്ടന്റെ ലേബൽ സ്റ്റോപ്പ് ആക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്കും. അതുപോലെ താഴത്തെ ലേബലും ഉണ്ട്. ക്ലാസ് നെയിമിന് ഇവിടെ കണ്ടീഷൻ ഉണ്ട്. ടൈമർ സ്റ്റാർട്ടഡ് ട്രൂ ആകുമ്പോൾ ആക്റ്റീവ് ക്ലാസും ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ ലേബലും മാറണം. ഓക്കെ, ടൈമർ സ്റ്റാർട്ടഡ് ട്രൂ ആകുമ്പോൾ റണ്ണിങ്ങിൽ കാണിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോപ്ഡ് കാണിക്കണം. ഇപ്പൊ ഞാൻ ഇതിലെടുത്ത് കാണിച്ചു തരാം. സോ ഞാനിവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ലേബിൾ കാണിക്കും.
റണ്ണിങ് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കും. പിന്നെ ഒരു ടൈമർ എക്സ്പയർഡ് ആകുമ്പോൾ യു ലോസ് ദ ചലഞ്ച് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഞാൻ ക്ലിക്ക് ചെയ്തു. സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്താലും ഇവിടെ നമുക്ക് യു ലോസ് ദ ചലഞ്ച് എന്ന് പറഞ്ഞാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം. അതിനാണ് ഇവിടെ ഓൺ ബട്ടൺ സ്റ്റോപ്പിന്റെ ഫംഗ്ഷൻ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കണം. അതായത് ഇപ്പോൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഓൺ ക്ലിക്കിന്റെ ഇവിടെ ഫംഗ്ഷന്റെ അവിടെ നമ്മളിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കും. ടൈമർ സ്റ്റാർട്ട് ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ ഓൺ ബട്ടൺ സ്റ്റോപ്പ് വരിക, അല്ല എന്നുണ്ടെങ്കിൽ ഓൺ ബട്ടൺ ക്ലിക്കിലോട്ട് പോകും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അലർട്ട് ഇട്ട് നോക്കാം. ടൈമർ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമ്മൾ സെറ്റ് ടൈമർ സ്റ്റാർട്ടഡിനുമ്പോൾ നമ്മൾ പിടിച്ച് പാസ് ആക്കി. ഓക്കെ, സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷനിലോട്ടായിരിക്കും പോകുന്നത്, ഓൺ ബട്ടൺ സ്റ്റോപ്പിൻ്റെ അവിടെ. ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്ത സ്റ്റോപ്പ് ചെയ്യും, സ്റ്റാർട്ട് വയ്ക്കും. പക്ഷെ ഇപ്പോഴും ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റോപ്പ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഇവിടെ യു ലോസ് ദ ചലഞ്ച് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. കാരണം ഞാൻ സ്റ്റോപ്പ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്താലും ഈ ഒരു ലേബിൾ കാണിക്കാൻ പാടില്ല. ഓക്കെ, സോ അതിന് ഞാൻ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ മാറ്റിയിട്ട് ക്ലിയർ ടൈം ഔട്ട് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ടൈം ഔട്ടിൽ നമുക്ക് ഇവിടുത്തെ ടൈം ഔട്ട്, ഈ ടൈം ഔട്ടിനെ പിടിച്ച് നമുക്ക് റീസെറ്റ് ചെയ്യണം. സോ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ യൂസ് റെഫിന്റെ യൂസ് വരുന്നത്. സോ യൂസ് റെഫിൽ നമുക്ക് ഇവിടെ ഇൻപുട്ടിന് മാത്രമല്ല, ഇപ്പൊ ഇൻപുട്ടിന്റെ റെഫറൻസ് മാത്രമായിട്ടല്ല, നമുക്ക് വാല്യൂയിലും കാര്യമായിട്ടും ഉണ്ട്. ഓക്കെ, സോ നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിവിടെ ലെറ്റ് ടൈമർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ടോന്ന് വിചാരിച്ചു. ഇപ്പൊ ടൈമർ ഈക്വൽ ടു സെറ്റ് ടൈം ഔട്ട്, അതായത് ഈ ഒരു ഫംഗ്ഷൻ ഞാൻ ഇവിടെ ഒരു വേരിയബിളിനകത്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ ക്ലിയർ ടൈം ഔട്ടിന്റെ അവിടെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ ടൈമറിനെ പിടിച്ചങ്ങ് സെറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ സെറ്റ് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്തു, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ് അങ്ങ് അപ്ഡേറ്റ് ആവും. സ്റ്റേറ്റ് അപ്ഡേറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യും, ഈ കോമ്പോണന്റ് റീറെൻഡർ ചെയ്യും. ഓക്കെ, ഈ കോമ്പോണന്റ് റീറെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ടൈമറൊക്കെ എല്ലാം പുതിയൊരു സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ക്ലിക്ക് ചെയ്ത എല്ലാം ഫംഗ്ഷൻ എല്ലാം റീസെറ്റ് ആയി കഴിയും. അതുപോലെ നമ്മളിവിടെ വെളിയിലാക്കി കഴിഞ്ഞാലും അതിനും അവിടെ ഒരു ഇഷ്യൂ വരും. ഓക്കെ, സോ ഇവിടെ യു സ്റ്റേറ്റ് എപ്പോഴാണോ ഇത് അപ്ഡേറ്റ് ആവുന്നത്, ഈ കോമ്പോണന്റ് എല്ലാം റീറെൻഡർ ആവും. റീറെൻഡർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാല്യൂസ് എല്ലാം പിന്നെ പുതിയതിലോട്ട് മാറും. ഓക്കെ, സോ അത് ഒഴിവാക്കാൻ വേണ്ടി, അത് പെർസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ യൂസ് റെഫിന്റെ യൂസ് വരുന്നത്. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ലെറ്റ് ടൈമർ ഈക്വൽ ടു യൂസ് റെഫ് കൊണ്ടുവരും. ഓക്കെ, ഇവിടെ ടൈമർ ഞാൻ എന്ത് ചെയ്യും, ടൈമർ ഡോട്ട് കറണ്ട്. ഓക്കെ, ടൈമർ ഡോട്ട് കറണ്ടിന് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പിടിച്ചങ്ങ് സെറ്റ് ചെയ്തങ്ങ് വെക്കും. ഓക്കെ, സോ ഇതൊരു വേരിയബിൾ ആണ് നമ്മൾ യൂസ് റെഫിനെ യൂസ് ചെയ്യുന്നത്. സോ ഈ ടൈമർ ഡോട്ട് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇവിടുത്തെ സെറ്റ് ടൈം ഔട്ടിനെ പിടിച്ച് ഇവിടെ നമ്മളൊരു വേരിയബിളിനകത്ത് വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ടൈമർ ഡോട്ട് കറണ്ടിനെ പിടിച്ചിട്ട് നമ്മളിവിടെ ക്ലിയർ ടൈം ഔട്ടിന്റെ അവിടെ സെറ്റ് ചെയ്യും. സോ കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെറ്റ് ടൈം ഔട്ട് ആണ്. സോ
സെറ്റ് ടൈമറിനെ പിടിച്ച് അങ്ങ് ക്ലിയർ ചെയ്ത് കളയാം. അപ്പം ഞാനിത് സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്താലും ആ ലേബൽ അവിടെ കാണിക്കുന്നില്ല. അപ്പം ഞാനിവിടെ അത് കാര്യമുണ്ട്. ടൈം ഔട്ടിനെ പിടിച്ചങ്ങ് ഫാൾസ് ആക്കി കളഞ്ഞാൽ നമുക്ക് ഈ ലേബിൾ മാറും. സ്റ്റാർട്ട്, സ്റ്റോപ്പ്. അതുപോലെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു ലോസ് ചലഞ്ച് കാണിക്കും. കാരണം ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്തില്ല. ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ലേബിൾ വന്നില്ല. സോ യൂസ് റെഫിന്റെ യൂസ് അതാണ്. ഓക്കെ, യൂസ് റെഫിന് നമുക്ക് ഇൻപുട്ട് എലമെന്റിന്റെ റെഫറൻസ്, അതായത് HTML എലമെന്റിന്റെ റെഫറൻസ് മാത്രമായിട്ടല്ല, നമുക്കല്ലാതെ ഇതിന് വേരിയബിളോ അല്ലെങ്കിൽ ഒരു വാല്യൂല് സെറ്റ് ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യും. സോ നമുക്ക് യൂസ് സ്റ്റേറ്റ് ആവശ്യമുണ്ട്. പക്ഷെ യൂസ് സ്റ്റേറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോമ്പോണന്റ് എല്ലാം റീറെൻഡർ ആവും. റീറെൻഡർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വാല്യൂസ് എല്ലാം റീസെറ്റ് ആവും. അപ്പൊ അത് പെർസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ യൂസ് റെഫ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് യൂസ് റെഫിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ.